ബത്തേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിൻ്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി കാഞ്ഞങ്ങാടിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗനിർണയവും വെളിച്ചന്തോട് ശ്രേയസ് യൂണിറ്റ് ഓഫീസിൽ വെച്ച് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് ഡയറക്ടർ ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ശ്രീ വി നളിനാക്ഷൻ, യൂണിറ്റ് പ്രസിഡന്റ് മായ തോമസ് എന്നിവരെ കൂടാതെ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി കോർഡിനേറ്റർ ജിതിനും ആശംസ അറിയിച്ച് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അംബ്ലി തോമസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. നമ്മൾ ചിന്തിക്കണം, ശരി തന്നെ, കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണം. കാരണം നമ്മളൊന്നും ഈ മൊബൈൽ കണ്ട് നോക്കിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ വളർന്നത്. ഇപ്പൊ അല്ല ഈ ഒരു ഇത്ര വർഷമല്ല, ഒരു 10 വർഷം അല്ലെ ഒരാളില്ലെങ്കിൽ അത്രേ ആയിട്ടുണ്ടാവുള്ളൂ സർവ്വസാധാരണമായിട്ട് മൊബൈൽ ഉപയോഗിക്കാനായിട്ട്. എന്തായാലും ഇന്ന് നോക്കിക്കഴിഞ്ഞ് എനിക്ക് എന്റെ കാര്യം എനിക്കറിയാൻ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അറിയാവുന്ന മൊബൈലിന്റെ ഉപയോഗത്തെ കാണിയും എത്രയോ ഇരട്ടിയായിട്ട് ഒരു 2 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിൽ ഈ മൊബൈൽ, ഇതിലെ പല കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ വർഷം കുറെ ഈ സാധനം എന്റെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷെ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ഈ സാധനം കൊടുത്താൽ അവർ ഇതിന്ന് എടുക്കുന്ന കാണുമ്പോൾ ഞാൻ ഇതെന്റെ മൊബൈലാണോ, ഇതിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും കൂടെ എടുത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും മാരകമായ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ക്യാൻസർ എന്നുള്ള രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നമ്മൾ കഴിഞ്ഞ 3 മാസം മുമ്പ് ഇവിടെ സംഘടിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും ആവശ്യം എന്ന് നമ്മൾ കരുതുന്ന ഒരു പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടന്നു വരുന്നത്. പ്രത്യേകിച്ച് അറിയാം, ശ്രേയസിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ആരോഗ്യ മുഖ്യമായ നമസ്കാരം. നല്ലവരായ നാട്ടുകാരെ, സ്വാഗതം നിർവഹിച്ച ജോയ്സി മാം, അധ്യക്ഷൻ നിർവഹിച്ച ഫാദർ ബിജു, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ലിസി ഏലിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ആശംസ നിർവഹിക്കുന്ന നളിനാക്ഷൻ സർ, മായ തോമസ് മാഡം, എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന നേത്രപരിശോധന ക്യാമ്പ് വളരെ നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അതിന് ഉദാഹരണമാണ് ഈ നാട്ടുകാരുടെ ഈ പങ്കാളിത്തം. അത് നല്ല രീതിയിൽ തന്നെ നിർവഹിച്ച, നമ്മളുമായി സംസാരിച്ച നളിനാക്ഷൻ സർ, പിന്നെ ജോയ്സി മാഡം, രണ്ടുപേരെയും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ക്യാമ്പിന്റെ തുടക്കം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ നാട്ടുകാരും ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ നല്ലവരായ നാട്ടുകാർ ശ്രമിക്കുമെന്ന് കരുതുന്നു. ഈ ക്യാമ്പിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവരും കണ്ണ് പരിശോധിക്കാൻ എളുപ്പമല്ല എന്നുള്ള രീതിയിൽ തന്നെ ഒരു പട്ടണത്തിലേക്ക് പോകാനോ അതിനുള്ള സാമ്പത്തിക ശേഷിയോ അതിനുള്ള സംവിധാനവും ഇല്ലാത്ത സാഹചര്യത്തിൽ നിർധനരായ ആൾക്കാർക്ക് ഈ ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അഹല്യ പോലുള്ള കണ്ണാശുപത്രി ഇതുപോലുള്ള ക്യാമ്പുകൾ ദന്തചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ്, ദന്തക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ, ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു. റൂട്ട് കനാൽ, കുട്ടികളുടെ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി, ദന്തക്രമീകരണ ചികിത്സ, മോണരോഗ ചികിത്സ,
നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ, ഓറൽ സർജറി, ദന്തൽ എക്സ്റേ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 9446524809. ശാന്തി ഡെന്റൽ ക്ലിനിക്, പ്രശാന്ത് ബിൽഡിംഗ്, ചെറുപുഴ.